ഹലോ, എൻ്റെ പേര് ഷെഫ് സാബു. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാൽക്കപ്പ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്ക് അത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാൽക്കപ്പയ്ക്ക് ആവശ്യമായിട്ട് നമ്മളൊരു 1/2 കിലോ കപ്പ വൃത്തിയായിട്ട് കഴുകി കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. 7 ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ കൂടി എടുത്തിട്ടുണ്ട്. കടുക് വറക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി 6 എണ്ണം എടുത്തിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് ആഡ് ചെയ്യാം. വറ്റൽമുളക്, കറിവേപ്പില, കടുക്. നമ്മൾ ഒരു 5 ചെറിയുള്ളി ഇച്ചിരി കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പാൽക്കപ്പയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു 1.5 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാലും 2-ാം പാലും നമ്മൾ സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ 1-2 പാല് സെപ്പറേറ്റ് വേണമെന്നില്ല. വേണമെങ്കിൽ ഒരു പാല് മാത്രം എടുത്താൽ മതി. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇതാണ് 1-ാം പാല്. നല്ല കട്ടിയുള്ള കുറുകിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കപ്പ വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കപ്പ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേരുവകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, 2-3 കറിവേപ്പില. ഇനി നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വരാൻ പാകത്തിന് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കപ്പ തിളച്ച് തുടങ്ങി. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മൾ കപ്പ വേവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കപ്പ തേങ്ങാപ്പാലും നല്ല ജോയിൻ്റായി ആ തേങ്ങാപ്പാലിൽ കടന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കുന്നത്. നമ്മുടെ കപ്പ ഏകദേശം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് വേവുന്ന കപ്പ മാത്രമേ അതിന് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ തിളപ്പിച്ച് ഊറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്താതെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പാൽക്കപ്പ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമ്മുടെ പാൽക്കപ്പ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയും വേപ്പിലയും കൂടെ തിരുമി നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്വല്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ തിരുമിയിരിക്കുന്നത്. തേങ്ങാപ്പാലിൽ വേവിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പില്ലാത്ത കപ്പയും നല്ല പൂ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറവിൽ വെളുത്തുള്ളി ചേർത്ത കാരണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 6-7 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം കറിവേപ്പിലയും. നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്.
നമ്മുടെ പാൽക്കപ്പ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് ഇനിയും ഇരുന്ന് കഴിഞ്ഞാൽ കുറുകി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാകത്തിന് നമുക്ക് കഴിക്കാനുള്ള പാകത്തിന് നമ്മൾ വാങ്ങി വെക്കാം. നമ്മുടെ പാൽക്കപ്പയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും വീടുകളിൽ തയ്യാറാക്കി നോക്കണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.